സംസ്ഥാനത്ത് വീണ്ടും മഴ മുന്നറിയിപ്പ്. അടുത്ത മണിക്കൂറുകളിൽ 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഗോപാൽ ഷീലാസനിലാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ഗോപാൽ, സംസ്ഥാനത്ത് മഴ കനക്കുമെന്നുള്ള സൂചനകളാണോ ലഭ്യമാകുന്നത്? അതേ, സംസ്ഥാനത്ത് വരുന്ന മണിക്കൂറുകളിൽ മഴ ശക്തമാകുമെന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, അതായത് 8 ജില്ലകളിൽ അടുത്ത 3 മണിക്കൂറിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കുന്നത്. തിരുവനന്തപുരം മുതൽ എറണാകുളം, തൃശ്ശൂർ വരെയുള്ള 8 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഞാനിപ്പോൾ ശ്രീ മുത്താരമ്മൻ കോവിലിന്റെ തൊട്ടടുത്താണ് ഈ നമ്മൾ ഈ കാണുന്ന വെള്ളക്കെട്ട്. ഒരു ബൈക്ക് പോകുന്ന ദൃശ്യം നമുക്ക് കാണാൻ സാധിക്കും. തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടില്ല എങ്കിൽ പോലും ഇതുപോലെയുള്ള ചിലയിടങ്ങളിലെങ്കിലും ഗതാഗതം മുടങ്ങുന്ന തരത്തിലേക്കുള്ള അല്ലെങ്കിൽ പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലേക്കുള്ള വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. പക്ഷെ രാത്രി ആയതിനാൽ തന്നെ ഇതധികം വൈകാതെ ഇറങ്ങിപ്പോകുമെന്നും ഇത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല എന്നും നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ അപ്പോഴും കഴിഞ്ഞ മണിക്കൂറുകളിൽ ഒരു വൈകുന്നേരം മുതൽ ഈ സമയം വരെ വലിയ തരത്തിലേക്കുള്ള ശക്തമായ മഴയാണ് പെയ്യുന്നത്. അത് ഏറെ നേരം നീണ്ടു നിൽക്കുന്ന മഴയല്ല, പകരം വലിയൊരു മഴ അല്പനേരം പെയ്യും, പിന്നീട് അതങ്ങ് തോരും, പിന്നീട് അതേപോലെ തന്നെ വീണ്ടും മഴ പെയ്യും. അങ്ങനെ മഴ പെയ്തും തോർന്നും നിൽക്കുന്ന ഒരു സ്ഥിതിയാണ്. ഇതുവരെയും ഒരു തരത്തിലേക്കുള്ള അപകടങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് ഒരു ആശ്വാസം നൽകുന്ന വാർത്തയാണ്. അത്തരത്തിൽ തന്നെ മുന്നോട്ട് കാര്യങ്ങൾ പോകട്ടെ. മഴ പെയ്താലും പ്രശ്നമില്ല, വലിയ തരത്തിലേക്ക് ആൾക്കാരുടെ സ്വത്തിനോ ജീവനോ ആരോഗ്യത്തിനോ എന്തെങ്കിലും സംഭവിക്കുന്ന തരത്തിലേക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളത്. എന്തായാലും മഴ ഇപ്പോഴും തകർത്തു പെയ്യുന്നു എന്ന് പറയാൻ സാധിക്കില്ല. ഇപ്പോൾ തെല്ലൊന്ന് തോർന്നു നിൽക്കുകയാണ്. പക്ഷേ നമ്മൾ ഈ ലൈവ് തുടങ്ങുന്നതിന് അല്പനേരം മുൻപ് വരെയും വലിയ രീതിയിൽ മഴ പെയ്തിരുന്നു. മലയോര മേഖലയിലും തീരപ്രദേശ മേഖലയിലും എല്ലാം തന്നെ സമാനമായ രീതിയിൽ നഗരത്തിലെ പോലെ തന്നെ സമാനമായ രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ മേഖലകളിലൊക്കെ താമസിക്കുന്നവർ ഒന്ന് ജാഗ്രത പുലർത്തേണ്ടതായിട്ടുണ്ട്. പതിവായി അപകടങ്ങൾ സംഭവിക്കുന്ന സ്ഥലങ്ങൾ, അതിനോടൊപ്പം തന്നെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ കാറ്റിനും ശക്തമായ തിരക്കും സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയും സർക്കാർ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഗോപാൽ പറഞ്ഞ പോലെ ഈ തീരദേശ മേഖലയിലുള്ളവർ, വെള്ളം കയറാൻ സാധ്യതയുള്ള ഇടങ്ങളിലുള്ളവരൊക്കെ ഒരു ജാഗ്രത പാലിക്കേണ്ടതാണ്. 8 ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് ഉള്ളത്. ഗോപാൽ ഷീലാസനിലാണ് വിശദാംശങ്ങൾ നൽകിയത്.